ഫിസിക്സ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉള്ളൊരു വിഷമമാണ് ഫിസിക്സിൻ്റെ ഡെറിവേഷൻസ് എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല. എക്സാമിന് എഴുതുമ്പോൾ പകുതി വഴിക്കുന്ന സ്റ്റക്കായി പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാവുക. നമ്മൾ ഡെറിവേഷൻസ് ബൈഹാർട്ട് ചെയ്യുകയാണ് അല്ലേ. ബൈഹാർട്ട് ചെയ്യാതെ കാണാതെ പഠിക്കുക. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് ബൈഹാർട്ട് ചെയ്യരുത്. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യാതിരിക്കേണ്ടത്. ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സാണ് ഡെറിവേഷൻസ് ഓർത്ത് വെക്കാൻ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡെറിവേഷൻ ഈസ് എ പസിൽ. എന്ന് വെച്ചാൽ ഡെറിവേഷൻ നമ്മളൊരു പസിലായിട്ട് കണക്കാക്കുക. നമ്മൾ ബാലരമയിലൊക്കെ കണ്ടിട്ടില്ലേ, വഴി കണ്ടുപിടിക്കുക എന്ന് പറയും അല്ലേ. ഒരു പടം ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ ഒരു മുയലുണ്ടാവും, ഫിനിഷിംഗ് പോയിന്റിൽ ഒരു ക്യാരറ്റ് ഉണ്ടാവും. ഈ മുയലിനെ ക്യാരറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുക. കുറേ ഇങ്ങനെ വഴികളുണ്ടാവും. അതുപോലെ തന്നെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയണം, ഫിനിഷിംഗ് പോയിന്റ് അറിയണം. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഏത് ലോയിൽ നിന്നാണ് തുടങ്ങേണ്ടത്, ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ഡയഗ്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്റ്റെപ്പിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നല്ലോണം ഓർത്ത് വെക്കുക. സ്റ്റാർട്ടിങ് റെഡി ആണെങ്കിൽ പിന്നെ നമ്മൾ അവിടേക്ക് അവസാനത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഫിനിഷിംഗ് പോയിന്റിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്താണ് എന്നുള്ളത് നന്നായി പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെക്കുമ്പോൾ ആ റിസൾട്ടിനകത്തുള്ള ടേംസ് എന്താണെന്നും കൂടെ പഠിച്ചു വെക്കണം. ഇപ്പോൾ മിറർ ഫോർമുല 1/v + 1/u = 1/f ആണ് അല്ലേ. അതിനകത്ത് u എന്താണ്, v എന്താണ്, f എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങും കിട്ടി, ഫിനിഷിങ്ങും കിട്ടി. ഇടയ്ക്ക് എങ്ങനെയാണെങ്കിലും നമ്മൾ പൂച്ച 4 കാലിൽ വീഴുന്നത് പോലെ ഫൈനൽ റിസൾട്ടിലേക്ക് വന്നെത്തിയിരിക്കും അല്ലേ. ഇനി ഇടയ്ക്കുള്ള സ്റ്റെപ്പ് നമ്മൾ ഓർത്ത് വെക്കാനായിട്ട് മേക്ക് കോഡ്സ് ടു സ്റ്റഡി ദ ടഫ് സ്റ്റെപ്സ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എപ്പം നോക്കിയാലും മറന്നു പോകും. അപ്പോൾ എന്തെങ്കിലും ആ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി, എന്തെങ്കിലും ഒരു കോഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന സ്റ്റെപ്സ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഇഷ്ടമുള്ള ഒരു സിനിമ, നമ്മൾ അതിനകത്ത് ഡയലോഗ്സൊക്കെ ഓർത്ത് വെക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ താല്പര്യത്തോടെ പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഏത് കാര്യം നമ്മൾ താല്പര്യത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മറക്കില്ല. അതുപോലെ നിങ്ങൾ ഈ ഡെറിവേഷൻസ് പഠിക്കുമ്പോഴും കുറച്ചൊരു ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ബി എ ടീച്ചർ ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ടീച്ചറാവുക. നമ്മൾ കണ്ടിട്ടില്ലേ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ ഷോളൊക്കെ എടുത്ത് സാരിയായിട്ടൊക്കെ കൊടുത്തിട്ട് ടീച്ചറായിട്ടൊക്കെ അഭിനയിക്കുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ടീച്ചറായിക്കോളുക. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പം ഡീവിയേറ്റ് ചെയ്ത് പോകരുത്, പഠിത്തത്തിലേക്ക് തന്നെ വരണം. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ തന്നെ ടീച്ചറാവുക. നമ്മൾ ഇപ്പം വീട്ടിലൊരു ബോർഡോ അല്ലെങ്കിൽ ബോർഡിലെങ്കിലും കുഴപ്പമില്ല, ബുക്കിലാണെങ്കിലും ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇതാണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പഠിപ്പിച്ച് നോക്കിക്കേ. നമുക്കിരുന്ന് പഠിക്കാനാണല്ലോ ബോറിങ്, പക്ഷെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലും പഠിപ്പിക്കാൻ കിട്ടുകയാണെങ്കിൽ അത് നല്ലത് അല്ലേ. നിങ്ങളുടെ ഇപ്പോൾ അനിയനോ അനിയത്തിയോ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോ അമ്മയോ ഒക്കെ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന് തരുവാണെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നത് പോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാൻ പറ്റും. നാലാമത്തെ ട്രിക്ക് എന്താണ്? ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ടെസ്റ്റ് കൊടുക്കുക. നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡെറിവേഷൻ എഴുതുകയാണ്. ഇപ്പം നമ്മൾ ഇന്നലെ പഠിച്ച ടോപ്പിക് ഏതാണ്? സി സർക്യൂട്ട് അല്ലേ. സി സർക്യൂട്ടിൻ്റെ ഒരു ഡെറിവേഷൻ എഴുതുകയാണ്. അല്ലെങ്കിൽ +1-ൻ്റെതാണെങ്കിൽ ബെർണോളിസ് പ്രിൻസിപ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുകയാണ്. എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിന്ന് പോയിക്കോട്ടെ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, നിങ്ങൾക്ക് ഓർമ്മയുള്ള സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോവുക. അത് എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ ചെക്ക് ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ നിന്ന് പോയത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ റൗണ്ട് ചെയ്ത് വെക്കണം. ഈ സ്റ്റെപ്പാണ് ഞാൻ മറന്നുപോയത്. അങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, പരീക്ഷയ്ക്ക് നിങ്ങൾ ആ ഡെറിവേഷനിൽ വേറെ ഏത് സ്റ്റെപ്പ് മറന്നു പോയാലും ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കില്ല, നിങ്ങൾ ഓർത്ത് വെക്കും. അതാണ് മറ്റൊരു വഴി. ഇനി അഞ്ചാമത്തത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഈ ഒരു ഡെറിവേഷൻ പഠിപ്പിച്ചു കൊടുക്കുക. ഞാനത് നേരത്തെ പറഞ്ഞു. ഇതിപ്പോൾ ഫ്രണ്ടിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ഞാനതൊന്ന് പഠിപ്പിച്ചു തരട്ടെ, നിങ്ങൾ പഠിച്ചതിന് ശേഷം ഞാനൊന്ന് പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക്, അത് അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതോടുകൂടി ആ ഡെറിവേഷനിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അത് ഡെറിവേഷൻ ചെയ്യാൻ മാത്രമല്ല, ആ ഡെറിവേഷനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ചിലപ്പോൾ ഒരു 1-2 ഡെറിവേഷൻ എങ്കിലും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലോ? നമുക്ക് നോക്കാം. റെഡി?